പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഞാനും ആഷ്മി വിജയകുമാറും ഉണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ തന്നെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന മേലില എന്ന എൻ്റെ ഗ്രാമത്തിലാണ്. എൻ്റെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പദ്ധതിയുമായി അണിചേരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ നല്ല കനത്തൊരു മഴ പെയ്തു. നമ്മുടെ കുന്നിക്കോട് മഴ പെയ്താലും നൂറുകണക്കിന് ആളുകൾ അങ്ങനെ നിന്ന് മഴയൊന്നും അവർക്കൊരു വിഷയമല്ല. അവർ ഐക്യദാർഢ്യം നമ്മളെ ശരിക്കും നമ്മൾ ഈ മഴയൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ മേലിലായിൽ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു 2 ക്ഷേത്രങ്ങളുണ്ട്, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ദേവീ ക്ഷേത്രവും. അപ്പോൾ ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഈ മുടിയെടുപ്പിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇവിടുത്തെ ഭദ്രകാളി മുടിയെടുപ്പിന് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. അതുപോലെ ഒരു അയ്യപ്പൻ ക്ഷേത്രവും ഇവിടെ ഉണ്ട്. വിജയകുമാറിനൊക്കെ വലിയ സാധ്യതയുള്ള ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പൊ ഈ അത്യാവശ്യം നല്ല ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. കുന്നിക്കോട് നടന്ന ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും നമ്മുടെ ഈ യാത്ര തുടങ്ങിയ ശേഷം ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു. നൂറുകണക്കിന് ആളായിരുന്നു. പെയ്ത മഴ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയായിരുന്നു. പെയ്തപ്പം നല്ല സൂപ്പറായിട്ട് പെയ്തു അല്ലേ? മഴയത്തും ആരും അവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോവാതെ മഴ നനയാതെയാണെങ്കിൽ നമ്മളിനി സ്റ്റേയിലേക്കാണോ പോകുന്നത്? നമ്മൾ ഓക്കെ, വളരെ സന്തോഷം രാജീവേ. ഓക്കെ രാജീവ് ഒരു കച്ചവടക്കാരനാ. ഓക്കെ അപ്പൊ സന്തോഷം. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നമ്മുടെ ഈ ദേവീക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇദ്ദേഹം കേട്ടോ. സുഖമാണല്ലേ പ്രദീപ്? സന്തോഷമായിട്ടിരിക്കുക. ഈ മക്കള് ആഷ്മി കണ്ടോ, ഈ മക്കളെ കുന്നിക്കോട് വെച്ച് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരെയുള്ള മേലില എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പറന്നു വന്നിരിക്കുക. നിങ്ങളെ കളിച്ചേ പോവൂ അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്, ആ നിശ്ചയദാർഢ്യമാണ് വേണ്ടത്. അപ്പം നമ്മളിനി നമ്മള് സ്റ്റേയിലോട്ട് കയറുകയാണ്. അപ്പൊ ഈ നാടിന്റെ എസ്കേനുള്ള ആദരമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ നമ്മുടെ ലക്ഷ്യത്തോട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് നമ്മളെ. അല്ല, പടിയാതുവഴിയാണോ? അല്ലെ, ഇതുവഴി. നമുക്ക് ഇതുവഴി കയറാൻ പറ്റും, അതുവഴി കയറാൻ പറ്റും. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ ലക്ഷ്യത്തോടുകൂടി സ്നേഹം പ്രകടിപ്പിക്കണം, ചേർത്ത് നിർത്തുകയാണ് ആ കാര്യത്തിലോ. ഓക്കെ രാജൻ, ഓക്കെ ഹായ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു 30 ദിവസം നീണ്ടുപോകുന്ന യാത്രയുടെ ഭാഗമായിട്ടാണ് എന്റെ സ്വന്തം മണ്ണിൽ ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ അതിനിടയിലാണ് നമുക്ക് വളരെ കാര്യമായിട്ട് ഒരു സമ്മേളനം നടത്തണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അപ്രതീക്ഷിതമായി പെയ്ത മഴ നമ്മുടെ ചില കടക്കൂട്ടലുകൾ തകർത്തിട്ടുണ്ട്. പക്ഷേ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര ആരംഭിക്കുന്ന സമയത്ത് 14 ജില്ലകളിലൂടെ നടത്തുന്ന യാത്രയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങളിൽ ആരെങ്കിലും ആലോചിച്ചാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വാർത്താമുറികളിൽ ഇരുന്ന് വാർത്തകൾ വായിക്കുന്നവരാണ് ഞാനും ആഷ്മിയും വിജയകുമാറും ഒക്കെ. അപ്പം നിരന്തരം വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും സാധാരണഗതിയിൽ ഈ വാർത്ത വായിക്കുമ്പോൾ ഈ വാർത്തകളും നമ്മളെ മനസ്സിനെ സ്വാധീനിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ വാർത്ത അവതരിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ 24ന്റെ വാർത്താശീലം അതല്ല. വാർത്തകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും, വാർത്തകളുടെ ഉറവിടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ അന്വേഷിക്കും. അങ്ങനെ കുറച്ചുകൂടി ഉത്തരവാദിത്വം ജനങ്ങളുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു വാർത്താ ചാനലാണ് 24. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ പലയിടങ്ങളിൽ നിങ്ങൾക്കറിയുന്നില്ല, കഴിഞ്ഞ 2 മാസങ്ങളിൽ 10-70 പേർ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി കൊല്ലപ്പെട്ടു. അതിൽ ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 30-ലധികം ആളുകളും കൊല്ലപ്പെട്ടത് ഈ മാരകമായ MDMA പോലെയുള്ള ലഹരി മരുന്നുകൾ കഴിച്ചിട്ടാണ്. അപ്പൊ ഇത് ഒരുപക്ഷെ മാത്രമല്ല, ഈ ലഹരി മരുന്നിന് അഡിക്റ്റായ ഒരാൾ കൂട്ടുന്ന പൈശാചികമായ കൃത്യങ്ങളും വൃത്തികേടുകളും ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയപ്പോൾ വാർത്താമുറിയിലെ ശീതീകരിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. കേരളത്തിലുടനീളമുള്ള മഞ്ഞും മഴയും അതുപോലെ വെയിലും ഒന്നും ഇല്ലാതെ അതിനെയൊക്കെ താണ്ടി ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് കേരളത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും ഇത്തരം മാരകമായ വിഷം വിതരണം ചെയ്യുന്ന മാഫിയ സംഘങ്ങളുടെ കടയറത്ത് വീഴ്ത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. മാത്രമല്ല സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഞങ്ങൾക്ക് നിസ്സീമമായ ഒരു പിന്തുണ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുണ്ട് ഈ യാത്രയ്ക്ക് ശേഷം. ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ റിപ്പോർട്ടിൽ ഞങ്ങൾ പരാമർശിക്കുന്ന ഗൗരവമായ കാര്യങ്ങളിൽ അടിയന്തരമായ ഇടപെടലുകളും നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ച വൻ ജനപിന്തുണയാണ് ഈ പരിപാടിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനപിന്തുണയും ഞങ്ങൾ നടന്ന അവബോധ യാത്രയും ഇപ്പൊ പുല്ലൂർ എസ്.എൻ. കോളേജിലൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികളോടൊക്കെ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഞങ്ങൾ എല്ലാവരും പങ്കുവച്ചു. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ അതിശക്തമായി ഇടപെടുന്നുണ്ട്. കേരളത്തിലെ പല നഗരങ്ങളിലും, കൊച്ചി ഉൾപ്പെടെ ഇത്തരം
ഈ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ലഭ്യമെന്ന് കരുതുന്ന പല നഗരങ്ങളിലും, കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇപ്പോൾ വ്യാപകമായ റെയ്ഡ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസും സംയുക്തമായി നടത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ കൃത്യമായ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഈ ലഹരി മാഫിയോട് സന്ധി ചെയ്യില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, കോവിഡിന് ശേഷം അങ്ങ് നേരിടുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്നൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ എന്നോട് ചോദിച്ചാൽ അത് ഈ നാട്ടിൽ അമ്മമാർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പള്ളിക്കൂടങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ അതേ അവസ്ഥയിൽ തിരിച്ചു വരുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ ഈ ആശങ്കയുള്ള അമ്മമാർക്ക് സമാധാനമായി കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. നമുക്കത് ലേശം മഴ നനഞ്ഞാലും വേണ്ടില്ല, നമ്മൾ ഒന്നിച്ച് അണിചേർന്ന് ഒന്നിച്ചൊന്നായി ഒരേ ശബ്ദമായി നമ്മൾ പ്രവർത്തിച്ചാൽ എത്ര വലിയ മാഫിയ സംഘങ്ങളായാലും പോലീസ് സഹായത്തോടെ നമുക്ക് അവർക്ക് ഈ സംസ്ഥാനം വിട്ടുപോകാൻ ആവശ്യപ്പെടാം. നമ്മൾ ഇത്തരം മാഫിയ സംഘ തലവന്മാരോടും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോടും പറയുന്നത്, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരരുത്, നിങ്ങൾ ഈ നാട് വിട്ടുപോകണം. കേരളത്തിന്റെ ഈ സംസ്ഥാനത്ത് വിദേശ നാടുകളിൽ നിന്ന് പോലും ഈ പഞ്ചസാര പോലിരിക്കുന്ന MDMA-യുമായി നിങ്ങൾ ചുറ്റി നടക്കരുത്. കൊച്ചു കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഇത്തരം ലഹരി മരുന്നുകളിലേക്ക് സ്വാധീനിക്കരുത് എന്നാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. മാത്രമല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ഈ 30 ദിവസം പിന്നിടുന്ന സമയത്ത് മിക്കവാറും പോലീസ് സംവിധാനത്തിന്റെ സമ്മർദ്ദം കൊണ്ടും അതുപോലെ നമ്മുടെ മറ്റുള്ള ഏജൻസികളുടെയും യുവജന വിഭാഗങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് ഇത്തരം മാഫിയ സംഘങ്ങൾ കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് മാത്രമല്ല, അങ്ങനെ അവസാനിപ്പിച്ചാലും നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല. കാരണം ഒരിക്കൽ പിന്നിട്ട് പോയ ആളുകൾ തന്നെ ഇത് പണം ഉണ്ടാക്കുന്ന ഒരു വലിയ ലഹരി കച്ചവടമാണ്. നിങ്ങൾക്കറിയാം, ഈ കച്ചവടത്തിൽ താല്പര്യമുള്ള ആളുകൾ പിന്നെയും മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ വളരെ ശുഷ്കാന്തി കാണിക്കണം. കാര്യം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയോരങ്ങളിൽ നിന്ന് അവരെ കൈയാട്ടി വിളിച്ച് അവർക്ക് ചോക്ലേറ്റ് നൽകിയും ലഹരിയുള്ള മറ്റു വസ്തുക്കൾ നൽകിയൊക്കെ തന്നെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ചെറുക്കണം, അതിന് അവസാനം കണ്ടുപിടിക്കണം. നമ്മൾ അധ്യാപകർക്ക് ഇതിൽ വലിയ ജോലിയുണ്ട്. നമ്മുടെ മേലിൽ തന്നെ ഞാനൊക്കെ പഠിച്ചൊരു സ്കൂളുണ്ട്. ആ സ്കൂൾ അധികൃതരോടും ഞാൻ പറയുന്നത്, ചെറിയ കുട്ടികളെയാണ് ഇവരൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറയുന്ന വാക്കുകൾക്ക് അതിന്റെ അർഹിക്കുന്ന അർത്ഥം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ആ നിസ്സഹായതയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. നിങ്ങളുടെ അയൽപ്പക്കത്ത് അപരിചിതരായ ആളുകൾ MDMA പോലുള്ള രാസലഹരിയുമായി ചുറ്റിക്കറങ്ങുന്നെങ്കിൽ ആ വിവരം പോലീസിനെ അറിയിക്കണം. എന്റെ വീട്ടിലെ കുട്ടികളെല്ലാം നല്ലവരാണ് എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇത് ഏത് കുട്ടിയെയും സ്വാധീനിക്കാം, ഏത് മുതിർന്നവനെയും സ്വാധീനിക്കാം, ആരും ഇതിന് അഡിക്റ്റ് ആവാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റേത് തറവാടാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടികൾ മിടുക്കരാണ്, എന്റെ കുട്ടികൾക്ക് ഇതിലെങ്ങും താല്പര്യമില്ലാത്തവരാണ് എന്ന് കരുതി ഒരമ്മയും വെറുതെ ഇരിക്കരുത്. ആ അഭിമാനത്തിന്റെയൊക്കെ കാലം പോയി. ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെയുള്ള വൃത്തികെട്ട ശക്തികൾ നമ്മുടെ വീട്ടിലേക്കും കടന്നു വരാം. അപ്പം നമുക്ക് യുവജനങ്ങൾക്ക് വേണമെങ്കിൽ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്താം. ഈ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ പച്ചപ്പുള്ള മണ്ണ്, നമുക്ക് പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട്, ഈ നാട് വല്ലാത്ത ശ്വാസം മുട്ടലിലൂടെ കടന്നു പോവുകയാണ്. ഈ നാടിന് നമുക്ക് സമാധാനം കൊടുത്തേ പറ്റൂ. നമ്മുടെ ആളുകൾക്ക് ഒരു സ്വൈര ജീവിതം നമുക്ക് ഉറപ്പുവരുത്തണം. അതിനായാണ് നമ്മൾ ഇത്രയും ദിവസങ്ങൾ, ഈ 30 ദിവസങ്ങൾ. ഒരുപക്ഷെ ഞാൻ ഈ ജോലിയിൽ 40 കൊല്ലം പിന്നിട്ടു. നിങ്ങൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ അറിയാം. ഞാൻ വെള്ളി നിക്കറിട്ട് നടക്കുന്ന കാലം മുതൽ എന്നെ കണ്ടുപടർന്ന എത്രയോ ആളുകൾ എന്റെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഒരു 40 കൊല്ലം ഞാനൊരു ജോലി ചെയ്തു. ആ ജോലിയിൽ വലിയ കുഴപ്പമില്ലാത്ത പേരുണ്ടാക്കാൻ പറ്റി, വലിയ ദുഷ്പേരുകളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കടന്നു പോകുന്ന ഒരു 40 കൊല്ലം എന്റെ ജീവിതത്തിലുണ്ട് എന്നത് നേരാണെങ്കിലും അതിനേക്കാൾ വലുതായി ഞാൻ കാണുന്നത് എനിക്കിത് ലഭിക്കുന്ന സ്വീകരണമല്ല, ഇതൊരു ആഘോഷ പരിപാടിയല്ല. അതിനേക്കാൾ വലുത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരെ അണിനിരത്തുകയും കേരളം ഒരു ലഹരി മുക്ത സംസ്ഥാനമായി മാറുകയും MDMA പോലെ ഉള്ള സാധനങ്ങളെ വിറ്റഴിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ആളുകൾ ആരായാലും അവരെ കയ്യാമം വയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയുന്നത് പോലെ ഈ കോളേജ് ഹോസ്റ്റലുകളിലൊക്കെ ഇപ്പോൾ റെയ്ഡ് നടത്തുമ്പോൾ അവിടെയൊക്കെ 2 കിലോ കഞ്ചാവൊക്കെ പിടിക്കുന്ന സാഹചര്യം കൊച്ചിയിലെ കളമശ്ശേരിയിൽ നിന്നുണ്ടായ വാർത്ത നിങ്ങൾ 24-ലൊക്കെ കണ്ടു കാണും. അപ്പൊ ഇത്തരം വാർത്തകൾ അവസാനിക്കണം. വാർത്താമുറികൾ അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. യാത്ര 3-ാം ദിവസത്തിലെത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്ത് തന്നെ കൊല്ലം മേലിലയിലാണ് ഇപ്പോൾ ആ യാത്ര. SKന്റെ സ്വന്തം ജന്മനാട്ടിലാണ് ആ യാത്ര എത്തി നിൽക്കുന്നത്. അവിടെ SKN സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.